എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ വളരെ പവർഫുള്ളായ ഒരു നിയമത്തെക്കുറിച്ചാണ്. ഒരു സാധാരണ പൗരന് ഭരണകൂടത്തെ വരെ ചോദ്യം ചെയ്യാൻ അധികാരം നൽകുന്ന ഒരു നിയമം. അതെ, വിവരാവകാശ നിയമം. അങ്ങനെയൊരു ചോദ്യം വെറുമൊരു ഭാവനയാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല. വിവരാവകാശ നിയമം, നമ്മൾ RTI എന്ന് വിളിക്കുന്ന ഈ നിയമം ഒരു സാധാരണ പൗരന് നൽകുന്ന പവർ അത്ര ചെറുതൊന്നുമല്ല. അപ്പൊ എന്താണ് ഈ വിവരാവകാശ നിയമം? സിമ്പിളായി പറഞ്ഞാൽ, സർക്കാർ ഓഫീസുകളിൽ എന്ത് നടക്കുന്നു എന്ന് നമുക്ക് ചോദിച്ചറിയാനുള്ള അവകാശമാണിത്. സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ, അവർ ചെലവഴിക്കുന്ന പണം, എന്തുമായിക്കോട്ടെ, അതറിയാൻ നമുക്ക് ഓരോരുത്തർക്കും അവകാശമുണ്ട്. അതും കൃത്യം 30 ദിവസത്തിനുള്ളിൽ മറുപടി കിട്ടിയിരിക്കണം. ഈ നിയമത്തിന് പിന്നിൽ വെറും കടലാസുകളല്ല, മറിച്ച് ചോരയും വിയർപ്പും ഒഴുക്കിയ ഒരു വലിയ ജനകീയ മുന്നേറ്റത്തിന്റെ കഥയുണ്ട്. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘത്തിന്റെ ഈ മുദ്രാവാക്യമൊന്ന് കേട്ടുനോക്കൂ. അറിഞ്ഞാൽ മാത്രമേ ജീവിക്കാൻ കഴിയൂ എന്നതിനേക്കാൾ ശക്തമായി എന്ത് സന്ദേശമാണ് നമുക്ക് വേണ്ടത്? ശരി, അപ്പൊ നമുക്കിതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വത്തിലേക്ക് കടക്കാമല്ലേ? ഈ നിയമം മുഴുവൻ പടുത്തുയർത്തിയിരിക്കുന്നത് ഒരൊറ്റ ആശയത്തിനു മുകളിലാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് അറിവാണ് ഏറ്റവും വലിയ ശക്തി. ഈ നിയമത്തിന് പ്രധാനമായും 4 തൂണുകളുണ്ട് എന്ന് പറയാം. ഒന്ന്, സർക്കാർ എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയണം. അതാണ് സുതാര്യത. 2, ഉദ്യോഗസ്ഥർക്ക് നമ്മളോടൊരു ഉത്തരവാദിത്തം ഉണ്ടാവണം. 3, നല്ല ഭരണം ഉറപ്പാക്കണം. പിന്നെ 4-മത്തത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ നിയമം വഴി ഓരോ പൗരനും കൂടുതൽ ശക്തനാകുന്നു. ഇനി നമുക്കിതിന്റെ ചരിത്രത്തിലേക്കൊന്നു പോയി നോക്കാം. ഈ നിയമം ആകാശത്തുനിന്ന് പൊട്ടിവീണ ഒന്നല്ല. ഇത് സാധാരണക്കാർ പോരാടി നേടിയെടുത്ത ഒന്നാണ്. ഇതിന്റെയൊക്കെ തുടക്കം 1990കളിൽ രാജസ്ഥാനിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നായിരുന്നു. അവിടെ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്നൊരു സംഘടന തുടങ്ങിയൊരു ചെറിയ മുന്നേറ്റം ഏകദേശം 15 വർഷങ്ങൾക്കിപ്പുറം ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ സുതാര്യതാ നിയമങ്ങളിലൊന്നായി മാറി. ശരിക്കും അവിശ്വസനീയമായൊരു ചരിത്രമാണത്. അവർ ചോദിച്ചത് രാജ്യത്തെ മാറ്റിമറിക്കുന്ന വലിയ കാര്യങ്ങളൊന്നുമായിരുന്നില്ല, മറിച്ച് അവരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഗ്രാമത്തിലെ റോഡ് പണിക്ക് എത്ര രൂപ ചിലവാക്കി, ആർക്കൊക്കെ ജോലി കിട്ടി, ശരിയായ കൂലി കൊടുത്തോ, ഇതൊക്കെയായിരുന്നു അവരുടെ ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോ കഥയൊക്കെ നമ്മൾ കേട്ടു. ഇനി ഇത് നമുക്ക് എങ്ങനെ പ്രായോഗികമായി ഉപയോഗിക്കാമെന്ന് നോക്കാം. ഇത് ഏതൊരു പൗരനും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ടൂളാണ്. ഈ നിയമത്തിലെ ഏറ്റവും നിർണായകമായൊരു കാര്യമാണ് സമയപരിധി. ഒരു സാധാരണ അപേക്ഷയ്ക്ക് 30 ദിവസത്തിനുള്ളിൽ മറുപടി കിട്ടണം. എന്നാൽ ഒരാളുടെ ജീവനോ സ്വാതന്ത്ര്യമോ അപകടത്തിലാവുന്നൊരു കാര്യമാണെങ്കിൽ മറുപടി കിട്ടേണ്ടത് വെറും 48 മണിക്കൂറിനുള്ളിലാണ്. അവിടെയാണ് ഈ നിയമത്തിന്റെ യഥാർത്ഥ പവർ നമ്മൾ കാണുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് കിട്ടിയ മറുപടി തൃപ്തികരമല്ല, അല്ലെങ്കിൽ മറുപടിയെ കിട്ടയില്ല എന്ന് വെക്കുക, പേടിക്കേണ്ട. നമുക്ക് അപ്പീൽ പോകാൻ കൃത്യമായ വഴികളുണ്ട്. ഈ 3 സ്റ്റെപ്പുകളിലൂടെ ഏതൊരാൾക്കും നീതി ഉറപ്പാക്കാൻ ശ്രമിക്കാം. ഇതാണ് ഈ നിയമത്തിലെ ഏറ്റവും കിടിലനൊരു കാര്യം. വെറുതെ വിവരം തരാതിരുന്നാ പോരാ, കൃത്യമായ കാരണമില്ലാതെ മറുപടി വൈകിപ്പിച്ചാൽ ആ ഉദ്യോഗസ്ഥൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് ദിവസം 250 രൂപ വെച്ച് പിഴ കൊടുക്കണം. അപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആവും അല്ലേ? ഈ നിയമം വെറും ഒരു കടലാസിൽ ഒതുങ്ങിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇന്ത്യയെ പിടിച്ചുകുലുക്കി എത്രയോ വലിയ അഴിമതികൾക്ക് തിരികൊളുത്തിയത് ഈ നിയമമാണ്. നമുക്കതിലേക്ക് കടക്കാം. തുടക്കം 2G സ്പെക്ട്രം അഴിമതിയിൽ നിന്ന് രാജ്യത്തിന് ഭീമമായ നഷ്ടമുണ്ടാക്കിയ ആ ഇടപാടിലെ ക്രമക്കേടുകൾ പുറത്തുകൊണ്ടുവന്നതിൽ വിവരാവകാശ രേഖകൾക്ക് വലിയൊരു പങ്കുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ആദർശ് ഹൗസിംഗ് കുംഭകോണത്തിന്റെ കാര്യവും. യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ വിധവകൾക്കുള്ള ഭൂമി എങ്ങനെയാണ് ചില ഉന്നതർക്ക് ഫ്ളാറ്റ് കെട്ടാനായി കിട്ടിയതെന്ന് നമ്മൾ അറിഞ്ഞത് RTI രേഖകളിലൂടെയാണ്. ഇനി 2010ലെ കോമൺവെൽത്ത് ഗെയിംസിന്റെ കാര്യമോ? അതിന്റെ പേരിലുള്ള കരാറുകളിലെ അഴിമതിയും പെരുപ്പിച്ച ബില്ലുകളുമെല്ലാം വെളിച്ചത്ത് വരാൻ RTI ഒരു പ്രധാന കാരണമായി. മറ്റൊന്നാണ് വ്യാപം അഴിമതി. സർക്കാർ ജോലിക്കു വേണ്ടിയുള്ള പരീക്ഷകളിലും മറ്റും നടന്ന ഭീമമായ ക്രമക്കേടുകൾ പുറത്തുവന്നതിനും പിന്നിലും വിവരാവകാശ അപേക്ഷകൾക്ക് വലിയ പങ്കുണ്ട്. പക്ഷേ ഈ വലിയ അഴിമതി കഥകൾക്കപ്പുറമാണ് RTIയുടെ യഥാർത്ഥ ശക്തി ഒളിഞ്ഞിരിക്കുന്നത്. സാധാരണക്കാരന്റെ ജീവിതത്തിലിത് കൊണ്ടുവന്ന മാറ്റങ്ങളിലാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന പെൻഷൻ ഒരൊറ്റ RTI അപേക്ഷയിലൂടെ കിട്ടിയ ഒരാളുടെ സന്തോഷം, റേഷൻ കാർഡിലെ തെറ്റുതിരുത്താൻ ഓഫീസുകൾ കയറിയിറങ്ങി അടുത്തൊരാൾക്ക് കിട്ടിയ ആശ്വാസം, സ്വന്തം നാട്ടിലെ റോഡ് പണിക്ക് എത്ര രൂപ അനുവദിച്ചു എന്ന് ചോദിച്ചറിഞ്ഞ് അഴിമതി തടഞ്ഞ കുറച്ച് ചെറുപ്പക്കാർ, ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് കഥകളിലാണ് ഈ നിയമം യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്. പക്ഷേ ഇത്രയൊക്കെ നേട്ടങ്ങളുണ്ടെങ്കിലും
എല്ലാം അത്ര എളുപ്പമല്ല. ഈ നിയമം ഇന്നും വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ആ പോരാട്ടം ഇപ്പോഴും തുടരുകയാണ്. ഈ സംഖ്യ നോക്കൂ, 90-ലധികം. ഇത് വെറുമൊരു നമ്പറല്ല. സത്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചതിന്, നമ്മളെപ്പോലെ വിവരം ചോദിച്ചതിന്, സ്വന്തം ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യരുടെ എണ്ണമാണിത്. ഈ പോരാട്ടത്തിന്റെ അപകടവും ഗൗരവവും ഈ കണക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 2019 ഈ നിയമത്തിൽ ചില ഭേദഗതികൾ വന്നു. ഇതിനെ ചൊല്ലി വലിയ ചർച്ചകളുണ്ടായി. ഒരു വശത്ത് വിമർശകർ പറയുന്നത് ഇത് വിവരാവകാശ കമ്മീഷനുകളുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുമെന്നാണ്. മറുവശത്ത് ഭരണപരമായ കാര്യങ്ങൾ എളുപ്പമാക്കാനാണ് ഈ മാറ്റമെന്ന് സർക്കാരും പറയുന്നു. രണ്ടു ഭാഗത്തെയും വാദങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തൊക്കെ വെല്ലുവിളികളുണ്ടെങ്കിലും വിവരാവകാശ നിയമം ഇന്ത്യൻ ജനാധിപത്യത്തിന് നൽകിയ സംഭാവനകൾ ചെറുതല്ല. അത് ഭരണത്തിൽ സുതാര്യത കൊണ്ടുവന്നു, ജനപങ്കാളിത്തം കൂട്ടി, അഴിമതിക്കെതിരെ പോരാടാൻ സാധാരണക്കാരന് ഒരു ആയുധം നൽകി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, ഇന്ത്യൻ ജനാധിപത്യത്തില് ഒരു സാധാരണക്കാരന്റെ കയ്യിലുള്ള ഏറ്റവും മൂർച്ചയേറിയ ആയുധം ഒരുപക്ഷെ വിവരാവകാശ നിയമം തന്നെയാണെന്ന്. ഇത് വെറുമൊരു നിയമമല്ല, ജനാധിപത്യത്തിലെ സാധാരണക്കാരന്റെ ശബ്ദമാണ്. അപ്പോ ഈ വിവരങ്ങളുടെ കാലത്ത് അറിയാനുള്ള നമ്മുടെ ഈ അവകാശം എന്നത്തേക്കാളും പ്രധാനമാണ്. ചോദ്യമിതാണ്: മാറ്റത്തിനായി, സുതാര്യതയ്ക്കായി, നമ്മുടെയെല്ലാം അവകാശങ്ങൾക്കായി ഈ മഹാശക്തിയെ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കാൻ പോകുന്നു?